നമസ്കാരം. അവസാനം മുഹമ്മദ് റിയാസ് ചാരപ്രവർത്തനത്തിൽ പങ്കാളിയായി അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അതിന് കാരണം നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാം, ഒരു ചാരസുന്ദരിയാണ് അതിന് കാരണം. ആ ചാരസുന്ദരി പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഇന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. അറിയുന്നതിന് കാരണം അതിൽ റിയാസ് കൂടി അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ്. ഈ സന്ദർഭത്തിലാണ് പി.വി. അൻവർ വളരെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. ആ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ കേരളത്തെ മുഴുവൻ ഞെട്ടിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞ വാചകങ്ങളൊന്ന് കേൾക്കാം. ഈ രാജ്യദ്രോഹ കുറ്റം ചെയ്ത് പാകിസ്ഥാൻ ഇത് ചോർത്തിക്കൊടുത്ത ഇവര് ഏത് രീതിയിലാണ് കേരളത്തിൽ പ്രവർത്തിച്ചത്? എന്തിനാണ് ഇത് കഴിഞ്ഞിട്ടും ടൂറിസം മന്ത്രിയെ നിരന്തരമായി ഫോണിൽ ബന്ധപ്പെട്ടത്? ആ വാർത്തകൾ ശരിയാണോ? അതിൽ വസ്തുതയുണ്ടോ? ആ പറഞ്ഞത് ശരിയാണോ എന്നുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട്. കേട്ടല്ലോ. അതായത് നിരന്തരമായിട്ട് ഈ പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസം മന്ത്രി പിണറായി വിജയൻ്റെ മരുമകൻ, പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ മരുമകനായ മകളുടെ ഭർത്താവായ മുഹമ്മദ് റിയാസ് കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസ് കത്തിച്ച് പിണറായി വിജയൻ്റെ ലാവലിംഗ് കേസിൻ്റെ രേഖകളും അതേപോലെ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയ ആൾ, അന്ന് 25 ദിവസം ജയിലിൽ കിടന്ന ആൾ, അതിൻ്റെ പേരിൽ ഈ രേഖകൾ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പിണറായി വിജയൻ്റെ മകളെ കല്യാണം കഴിച്ച ആൾ, ആ പിണറായി വിജയൻ്റെ മരുമോൻ ഇന്ന് ചാരസുന്ദരിയുമായുള്ള സല്ലാപത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള അവസ്ഥ മാത്രമല്ല, വീട്ടിൽ നിന്ന്, അതായത് പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. വീണ വിജയൻ എന്തൊക്കെ പറഞ്ഞാലും തൻ്റെടിയായ ഒരു പെൺകുട്ടിയാണ്. പിണറായി വിജയൻ പഠിപ്പിച്ചു കൊടുത്തുള്ളത് കക്കാനും മോഷ്ടിക്കാനും തട്ടിപ്പ് നടത്താനും ഒക്കെയാണ് പഠിപ്പിച്ചു കൊടുത്തുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്കറിയാം SFI അന്വേഷണത്തിലൂടെ പുറത്തു വന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ. അതായത് നമ്മുടെ CMRL കമ്പനിയുടെ കരിമണൽ കർത്തയിൽ നിന്നും ബ്ലാക്ക്മെയിൽ ചെയ്ത് കോടിക്കണക്കിന് രൂപ വാങ്ങിയ കാര്യത്തിൽ ഞെട്ടലുണ്ടാക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വന്നത്. 1.25 കോടിയാണെന്ന് ആദ്യം കേട്ടെങ്കിലും 2,50,00,000 രൂപയാണ് അക്കൗണ്ട് വഴി റിക്കാർഡിക്കലി ഒരു സർവീസും ചെയ്യാതെ പണം കൈപ്പറ്റിയത്. മാത്രമല്ല, പിണറായി വിജയൻ 125 കോടി രൂപയാണ് ആദ്യം കൈപ്പറ്റിയത്. പിന്നെ 5000-ഓളം കോടി രൂപ തട്ടിപ്പെടുത്തു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരികയുണ്ടായി. അത് 2019-2025 വരെയുള്ള കാലഘട്ടത്തിൽ പിണറായി വിജയൻ ബ്ലാക്ക്മെയിൽ ചെയ്ത് കരിമണൽ കൊടുക്കുന്നതിൻ്റെ പേരിൽ അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 1,00,000 കോടിയുടെ കരിമണൽ ഊറ്റിയെടുക്കുകയും അതിൻ്റെ ഒരു 25,000 കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നൊക്കെയാണ് പുറത്തു വന്നത്. പിണറായി വിജയന് 1,00,000 കോടിയോളം രൂപ ഇപ്പോൾ പല സ്ഥലങ്ങളിലായി അമേരിക്കയിലും UAE-യിലും അതേപോലുള്ള സ്ഥലങ്ങളുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 25,000 കോടി രൂപ അദ്ദേഹത്തിന് അനധികൃത നിക്ഷേപത്തിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ക്രൈമിൻ്റെ കൈവശമുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയുള്ള പിണറായി വിജയൻ്റെ മകൾ എല്ലാം കൊണ്ടും ലോകത്തിൽ എല്ലാ തരത്തിലും അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ആള് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രോങ് ആണ്. അവർ ആദ്യം ഒരു കല്യാണം കഴിച്ചു, ഒരു കുട്ടി ഉണ്ടായി, രണ്ടാമത് ലിവിങ് ടുഗദർ നടത്തി, അങ്ങനെ നിൽക്കുമ്പോഴാണ് റിയാസ് ബ്ലാക്ക്മെയിൽ ചെയ്തും അല്ലാതെയും വീണ വിജയനെ കല്യാണം കഴിച്ചത്. വീണ വിജയനെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ, പിണറായി വിജയൻ്റെ മകളെ കല്യാണം കഴിക്കാൻ യോഗ്യതയുള്ള ആളാണോ മുഹമ്മദ് റിയാസ് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഗുണ്ട നമ്പർ 1 കോഴിക്കോട് സ്വന്തം ഭാര്യയെ ചവിട്ടി പുറത്താക്കി, കഴുത്തിന് പിടിച്ച് നാഭിക്ക് ചവിട്ടി, കുട്ടികളെ എല്ലാം ഭീഷണിപ്പെടുത്തി. 2 കുട്ടികളുണ്ട് റിയാസിന്. ആ കുട്ടികളെയെല്ലാം വഴിയാധാരമാക്കി തെരുവിൽ കോഴിക്കോട് പാളയ മാർക്കറ്റ് 50 രൂപയ്ക്ക് സുന്ദരികളായ പെൺകുട്ടികളെ എനിക്ക് കിട്ടുമടി എന്ന് ഭീഷണിപ്പെടുത്തി. അങ്ങനെയുള്ള കാര്യം ഹൈക്കോടതിയിലടക്കം രേഖകളാക്കിയിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള മുഹമ്മദ് റിയാസിന് സ്ത്രീകളോട് SFI നേതാവായ ഈ പെൺകുട്ടിയെ വളഞ്ഞു വീഴ്ത്തി അങ്ങനെ കല്യാണം കഴിച്ചതാണ്. ഡോക്ടറായ ആ പെണ്ണിന് എന്തുമാത്രം ഭീകര പീഡനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള റിയാസിന് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ദൗർബല്യമുള്ള ആളാണെന്ന് വേറെ തെളിവാണോ? അങ്ങനെയുള്ള മുഹമ്മദ് റിയാസ് ഇപ്പോൾ സ്വന്തം ഭാര്യ മുഖ്യമന്ത്രിയുടെ മകളായിട്ടും മകളെ പോലും ഞെട്ടിച്ചുകൊണ്ട്, അതായത് വീണ വിജയനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരു ചാരസുന്ദരിയുമായി ചാരക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യയുടെ പല വിവരങ്ങളും ചോർത്തി
പാകിസ്ഥാന് കൊടുത്ത, കേരളത്തിൽ നിന്നും റിയാസ് വഴി പല കാര്യങ്ങളും ചോർത്തിയെടുത്ത് പാകിസ്ഥാന് കൊടുത്തുവെന്ന് ആരോപണ വിധേയയായ ചാരപ്രവർത്തകയായ ഈ യുവതി ജ്യോതി മൽഹോത്രയുമായുള്ള റിയാസിന്റെ വഴിവിട്ട ബന്ധങ്ങളാണ് ഇപ്പോൾ വീട്ടിൽ കലാപമുണ്ടാക്കിയത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ചവിട്ടി പുറത്താക്കുന്ന, അതായത് റിയാസും വീണയും തമ്മിൽ വലിയ കലാപം ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ വീണ വിജയനെ പറ്റിച്ച് ജ്യോതി മൽഹോത്രയുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ബന്ധം കൂടി പുറത്തു വന്നതോടെ റിയാസ് പത്രക്കാരോട് പറഞ്ഞ എന്താണെന്ന് കേട്ടു നോക്കൂ. ഇതൊന്നും വലിയ പ്രശ്നമല്ല, ഒരു ഇഷ്യൂ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. ഒരു ഇഷ്യൂ ഇല്ല എന്ന് കരയുകയാണ്. എന്നാൽ ഇഷ്യൂ ഉണ്ട്. അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ വാർത്ത കേട്ടു. എനിക്കറിയില്ല, ഞാനതിനെ കുറിച്ചിട്ട് ഇവരെ കുറിച്ച് എനിക്കറിയില്ല, എന്താണെന്നറിയില്ല. അത് പിന്നെ പറയുമ്പോൾ ആളുകൾ കൂട്ടി ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇവരെ എല്ലായിടത്തും ഇവർ പോയിട്ടുണ്ടല്ലോ, എല്ലായിടത്തും എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. കേട്ടല്ല, ഒരു പ്രശ്നം. എന്ത് പ്രശ്നം? ചാരസുന്ദരിയെയാണ് കേരളത്തിന്റെ ടൂറിസം വകുപ്പിന്റെ വികസനത്തിന് വേണ്ടി, ടൂറിസത്തിന്റെ വികസനം എന്ന പേരിൽ ചാരപ്രവർത്തനത്തിന് വേണ്ടി, പാകിസ്ഥാന്റെ ചാരപ്രവർത്തനത്തിന് വേണ്ടി ഇവിടെയുള്ള വളരെ രഹസ്യരേഖകൾ കടത്തിക്കൊണ്ടുപോയത് റിയാസ് വഴിയാണെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. അങ്ങനെ ചാരപ്രവർത്തനം വഴി രഹസ്യ വിവരങ്ങൾ കടത്തിക്കൊണ്ടുപോകണമെങ്കിൽ റിയാസിനെ ആ പെണ്ണ് വലയിൽ വീഴ്ത്തിയില്ലേ? പെണ്ണ് വലയിൽ വീഴ്ത്തിയതാണോ, റിയാസ് ആ പെണ്ണിനെ വലയിൽ വീഴ്ത്തിയതാണോ? എന്നാൽ ആ ചാരസുന്ദരി വലിയ ഇഷ്യൂ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ചാരസുന്ദരിയുടെ ദൃശ്യങ്ങളാണ് തുടക്കത്തിൽ തന്നെ അവരുടെ ഡാൻസ് കളിക്കുന്നതും യാത്ര ചെയ്യുന്നതുമായ വിവരങ്ങളാണ് ആദ്യം തന്നെ തുടക്കത്തിൽ കൊടുത്തുള്ളത്. എന്തായാലും ഇത് വീട്ടിൽ വലിയ കലാപമായി. വീണ വിജയൻ ചവിട്ടിപ്പുറത്താക്കുമെന്നുള്ള അവസ്ഥയിലാണ്. റിയാസിന്റെ പഴയ കളികളൊന്നും നടക്കില്ല. വീണ വിജയൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ഇരട്ട ചങ്ങനായ പിണറായി വിജയന്റെ ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിൽ കൂടെ ഒറ്റയ്ക്ക് നടന്നുപോയ ധീരനായ ഇരട്ട ചങ്ങന്റെ മോളാണ്. ആ മോളോടാണ് കളി. എൻ്റെ മോനെ റിയാസെ വെച്ചോ, ശരിക്കും സൂക്ഷിച്ചോ, ഇനി വീട്ടിലേക്ക് വീണ വിജയന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഏത് സമയത്താണ് ഊരിപ്പിടിച്ച വാളുകൊണ്ട് കുത്തേൽക്കുക എന്ന് കാത്തിരുന്നോ മോനെ റിയാസെ. കോഴിക്കോട് ക്രൈമിന്റെ ഓഫീസ് കത്തിച്ചതിന്റെ പേരിൽ 25-30 ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള റിയാസെ, അതിന്റെ പേരിൽ മോളെ കെട്ടിച്ചെടുത്ത് ആ രൂപത്തിൽ നന്ദി കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തമില്ല. ഇങ്ങനെ കാണുന്ന പെണ്ണുങ്ങളുടെ കൂടെയൊക്കെ പോവുകയാണോ വേണ്ടത്? ആ പെണ്ണുങ്ങളായി സംസാരിക്കാനോ വേണ്ടത്? മന്ത്രിക്ക് എന്താണ് ഉത്തരവാദിത്തത്തിൻ്റെ അകത്ത്? അവിടെ ഉദ്യോഗസ്ഥന്മാരല്ലേ സംസാരിക്കേണ്ടത്? മന്ത്രി ഇങ്ങനെ ശൃംഗരിക്കാനുള്ളതാണോ ഈ ചാരസുന്ദരിമാർ? എന്തായാലും റിയാസ് ഏത് സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെടാം. അതോടൊപ്പം വീട്ടിൽ നിന്ന് വീണ വിജയന്റെ അടുത്ത് നിന്ന് ചവിട്ടി പുറത്താക്കാം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചവിട്ടി പുറത്താക്കാം. ഈ അടുത്ത കാലത്ത് ഒരു പരിഷ്കാരം വരുത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നമ്മുടെ പ്രദീപിനെ കൊണ്ടുവന്ന് റിയാസിന്റെ എല്ലാ കളികളും അവസാനിപ്പിക്കാനുള്ള പ്രവർത്തനം നടത്തിയിരുന്നു. കോഴിക്കോട് കേരളത്തിൽ പേരും പ്രശസ്തിയുള്ള പ്രദീപിനെ സംബന്ധിച്ചിടത്തോളം റിയാസ് ഒരു പുല്ലാണ്. അത് മനസ്സിലാക്കിയതാണ് പിണറായി വിജയൻ പ്രദീപിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി വെച്ചത്. എന്തായാലും കാര്യങ്ങളെല്ലാം കൂടെ അവസാനം വാദി പ്രതിയാകുന്നു. വെളുക്കാൻ തേച്ചത് പാണ്ടാകും. റിയാസിനെ കെട്ടിച്ചതെല്ലാം വെളുക്കാൻ തേച്ചത് പാണ്ടായ പോലെ കാര്യങ്ങളെല്ലാം വലിയ അവതാളത്തിലാകാൻ പോകുന്നു എന്നുള്ള വലിയ ചർച്ചകളാണ് പൊതുസമൂഹത്തിൽ നടക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാൻ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത്. നന്ദി, നമസ്കാരം.